മുത്തശ്ശി എന്താ മോളെ? മുത്തശ്ശി ഇന്നെന്താ കഥയൊന്നും പറയാത്തെ? മുത്തശ്ശിക്ക് വയ്യ മോളെ. വേണ്ട, മുത്തശ്ശി ഇന്ന് കഥയൊന്നും പറയണ്ട. ഒത്തിരി ജോലി ചെയ്തതാ. ഉറങ്ങിക്കോ മുത്തശ്ശി. നാളെ ചോറ് വെക്കുമ്പോ മുത്തശ്ശിയെ ഞാൻ സഹായിക്കാം. ഞാനും സഹായിക്കാം മുത്തശ്ശി. വളരെ സന്തോഷം. ഇപ്പൊ ഏതായാലും രണ്ടുപേരും കിടന്നുറങ്ങാൻ നോക്ക്. മോള് കിടന്നു. മോനും കിടന്നു. ദൈവമേ, സർവേശ്വര. ബിന്ദു, തേങ്ങ നല്ലപോലെ അമ്മക്ക് ചെരണ്ട്. ചെരണ്ട. മക്കൾക്കൊന്ന് സ്കൂളിൽ പോണ്ടായോ? മുത്തശ്ശിയെ സഹായിച്ചിട്ട് ഞങ്ങൾ പോയിക്കോളാം. നിങ്ങളുടെ സഹായമാണ് എനിക്കിപ്പോ ബുദ്ധിമുട്ടായത്. അതെന്താ മുത്തശ്ശി? ഒന്നുമില്ല, ചെയ്തോ. സേതുവിന്റെ അമ്മേ, എനിക്ക് കുളിക്കാൻ ഇച്ചിരി ചൂടുവെള്ളം വേണമായിരുന്നു. അങ്ങോട്ട് കൊടുത്തയക്കാം. അതെ, മതി, അത്ര ധൃതിയൊന്നുമില്ല. ഈ മുത്തച്ഛന് നാണോ ഇല്ലല്ലോ ഇങ്ങനെ നടക്കാൻ. മുത്തച്ഛന് ഒരു വലിയ മുണ്ട് മേടിച്ചു കൊടുക്കാൻ നമുക്ക് അച്ഛനോട് പറയാം. അമ്മായി, എനിക്ക് കോളേജിൽ പോകാൻ സമയമായി. നിൽക്കും മോനെ, ഇപ്പൊ തരാം. ഇഡ്ഡലി ഒന്ന് വന്നോട്ടെ. മോനെ, ഈ ബക്കറ്റിൽ ഇരിക്കുന്ന ചൂടുവെള്ളം അച്ഛന് കുളിമുറിയിലേക്ക് ഒന്ന് കൊടുത്തേക്ക്. അച്ഛാ, ചൂടുവെള്ളം. എടാ, കോളേജിൽ പോകുന്ന നീയാണോ ചൂടുവെള്ളം കൊണ്ടുവരുന്നത്? നീ വീട്ടു ജോലിയൊന്നും ചെയ്ത് ഭക്ഷണമാകണ്ട. കൊണ്ടുപോടാ. എടാ, ഇവിടെ കൊണ്ടുവരാൻ കളിക്കുന്നോ? എവിടെ വെക്കണം? എന്റെ നെഞ്ചത്തോട്ട് വെച്ചേരെ. നെഞ്ചത്ത് വെക്കേണ്ട തീയല്ലേ? അത് ചത്തിട്ട് പോരെ അച്ഛാ? തന്തയ്ക്ക് ഉറക്കാത്തവനെ. അത് എന്റെ കുഴപ്പമാണോ അച്ഛാ? ഇതൊന്ന് റിപ്പയർ ചെയ്ത് തീർന്നിട്ട് എന്നെ സമയത്ത് ഹോട്ടലിൽ കൊണ്ട് വിടാൻ പറ്റുമോ? ഒരു 5 മിനിറ്റ് വാസന്തി. 5 മിനിറ്റ് എന്ന് പറയാൻ തുടങ്ങിയിട്ട് മണിക്കൂർ ഒന്നായി. പ്ലഗ് സ്പാർക്ക് ചെയ്യുന്നില്ല. ഒന്ന് ക്ലീൻ ചെയ്താൽ ഇപ്പൊ സ്റ്റാർട്ട് ആവും. നീ ഒരുങ്ങിക്കോ, അപ്പോഴത്തേക്ക് വന്ന് റെഡിയാക്കിയേക്കാം. ചെല്ലേ. അല്ല, ഇത് ആരെ? ചെറിയമ്മയോ? സേതുവിടെ ഉണ്ടായിരുന്നോ? ഇന്ന് അവധിയാ. ചെറിയമ്മ തനിച്ചേ ഉള്ളൂ? ഓ, വേറെ ആരിക്കുന്നു കൂടെ വരാൻ? അവധിയായിട്ട് നിനക്കൊന്നും അങ്ങോട്ട് വരാൻ തോന്നിയില്ലല്ലോ. ഞങ്ങൾ എല്ലാരും കൂടെ ചെറിയമ്മയുടെ വീട്ടിലേക്ക് വരാനിരിക്കല്ലേ. ചോദിക്കുമ്പോഴൊക്കെ ഇത് തന്നെ പറയുന്നത് കേൾക്കാം. വരില്ലെന്ന് മാത്രം. ചേച്ചി എവിടെ? അമ്മ, എന്താ ചേച്ചിക്ക് പിന്നെ ആസ്മയുടെ അസുഖം തുടങ്ങിയോ? ഏയ്, അസുഖമൊന്നുമില്ല. അമ്മ അടുക്കളയിലുണ്ട്. അടുക്കളയില്ലോ? എന്ത് ചെയ്യുന്നു? ഇവിടെ നിന്ന് ജോലിക്കാരി പിരിഞ്ഞുപോയി. പകരം അമ്മയെ അടുക്കള ജോലിക്കാരിയാക്കിയോ? നന്നായി പോയി. ഇതാരാ വന്നിരിക്കുന്നേ? എത്ര നാളായി കണ്ടിട്ട്. സത്യം പറയാമല്ലോ, ഞാൻ ഇന്നലെയും കൂടി സുമിത്രാമയെ സ്വപ്നം കണ്ടു. എന്നെയോ? എന്താ കാര്യം? അതിപ്പോ കാണാൻ അഴകും ഐശ്വര്യമുള്ള പെണ്ണുങ്ങളെ സ്വപ്നം കാണാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യം വല്ലതും വേണോ? അല്ലേ സേതുമാധവാ? ഞാൻ ചേച്ചി ഒന്ന് കണ്ടിട്ട് വരട്ടെ. അവിടെ ഇരിക്കല്ലേ. കുളി കഴിഞ്ഞാലേ കുറച്ചു നേരം ആരെങ്കിലും ആയിട്ട് കുറച്ച് സംസാരിച്ചുകൊണ്ടിരിക്കണം. എന്നാലേ എനിക്കൊരു ഒരു മജ കിട്ടൂ. ഓഹോ, സേതുമാധവാ, കുറച്ചു സമയം നിങ്ങൾ തമ്മിലൊന്ന് സംസാരിക്കും. കുളി കഴിഞ്ഞ് വന്നതല്ലേ, കുറച്ച് മജ കിട്ടിക്കോട്ടെ. എന്റെ ഭഗവാനെ, ഈ ചേച്ചിയുടെ ഒരു തലയിലെഴുത്തേ. ഞാൻ വന്നിട്ട് കുറെ നേരമായി. ഈ പങ്കപ്പാടം നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. ധാരൊക്കെയാ മക്കൾക്ക് ഇന്ന് ക്ലാസ്സിൽ പോണ്ടേ? ഇന്ന് പഠിത്തമില്ലല്ലോ. ആണോ? ഞങ്ങൾക്ക് നിക്ഷേപ കൊടുക്കലിടാൻ കാശ്. ഓ, എന്നും പതിവുള്ളതാണല്ലോ. ഇന്ന്
കൊച്ചു മുത്തശ്ശി മറന്നുപോയി. ദാ, ദാ, കൊണ്ടുപോയി നിക്ഷേപ കുടുക്കയിലിട്. കൊണ്ടുപോടും. നിറയുമ്പോ നമുക്ക് പൊട്ടിച്ചെടുത്ത് കഥപുസ്തകം വാങ്ങാം. വേണ്ട, എനിക്ക് ബബിൾഗം മേടിച്ചെന്നാ മതി. ശരി, കൊടുക്കാ. മുത്തശ്ശൻ കാണരുത് കേട്ടോ. കണ്ടാ കട്ടോണ്ട് പോയിക്കളയും. നേരാ, നമുക്ക് പാട്ട് വെക്കാം. ഒരു രക്ഷയില്ല വാസന്തി, കാർ സ്റ്റാർട്ട് ആകുന്നില്ല. നിങ്ങൾക്കിത് പഴയ വല്ല ഇരുമ്പ് കടക്കാർക്കും തൂക്കി വെച്ചൂടെ? ഒരു വണ്ടി കൊണ്ട് നടക്കുന്നു. ആ, അതിരിക്കട്ടെ. ആരെവിടെ സംസാരിച്ചത്? സുഭദ്ര ചെറിയമ്മ വന്നിട്ടുണ്ട്. അയ്യോ, നാശായോ. ഒന്നാമത് ഇവിടെ വീട്ടുജോലിക്കാരിയില്ല. എന്ന് വെച്ച് ബന്ധത്തിലുള്ളവരാരും വീട്ടിൽ വരരുതെന്ന് പറയാനൊക്കോ? വാസന്തി ഹോട്ടലിൽ പോക്കോളൂ, ഞാൻ മാനേജ് ചെയ്തോളാം. എന്തായാലും ഈ വിരുന്നുകാരൊരു ശല്യം തന്നെയാ. അങ്ങനെ പറയരുത് വാസന്തി, ആരും വരാണ്ടായ നമ്മൾ ഒറ്റയ്ക്കായി പോവില്ലേ? ആഹാ, വാസന്തി ഉണ്ടോ? നിങ്ങൾ രണ്ടുപേരും കൊള്ളാം. ചേച്ചിക്കാണെങ്കിൽ അസുഖം ഒഴിഞ്ഞിട്ട് നേരമില്ല. ആ ചേച്ചിയെ കൊണ്ട് പാചകം ചെയ്യിച്ച് കഴിക്കാനാണോ നിങ്ങൾ കരുതിയിരിക്കുന്നത്? ഞങ്ങളൊരു ജോലിക്കാരിയെ അന്വേഷിച്ചോണ്ടിരിക്കുകയാണ് ചെറിയമ്മേ. എങ്കിൽ പിന്നെ അതുവരെ വാസന്തി കൂടി അടുക്കളയിൽ കയറി ചേച്ചി ഒന്ന് സഹായിച്ചു കൊടുത്തൂടെ? അവരവരുടെ അടുക്കളയിൽ കയറി ജോലി ചെയ്യുന്നതിന് അവമാനമൊന്നും ഇല്ലടി കൊച്ചേ. അപമാനത്തിന്റെ കാര്യം കൊണ്ടൊന്നും അല്ല ചെറിയമ്മേ. വാസന്തി ഒരു റിസപ്ഷനിസ്റ്റ് അല്ലേ? ഏത് ഇഷ്ടായാൽ എന്താടാ? അടുക്കളയിൽ കൊള്ളാത്തവളെ അങ്ങാടിയിലും ചെലവാകില്ലെന്ന് ഒരു പഴഞ്ചൊല്ലുണ്ട്. അതൊക്കെ അറിവുകളോട് പറയുന്നതാണ് ചെറിയമ്മേ. ഒരു ഹോട്ടലിലെ റിസപ്ഷനിസ്റ്റ് എന്ന് പറഞ്ഞാൽ അവൾ ആപാത ചൂട് സുന്ദരിയായിരിക്കണം. അടുക്കളപ്പണി ചെയ്താൽ വിരലുകളിൽ കറപിടിക്കും, കരിപുരളും, വിരലുകളുടെ ഭംഗി നഷ്ടപ്പെടും. അതുപോലെ തന്നെ അടുക്കളയിലെ പുകയൊന്ന് ടച്ച് ചെയ്താൽ മതി, ഈ സ്കിന്നിന്റെ കളർ മാറിപ്പോവും. അങ്ങനെ പറയാനാണെങ്കിൽ വേണ്ട 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 വേണ്ട, ഇത് തന്നെ കൂടുതലാ. അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഒരുമിച്ച് അങ്ങോട്ട് മനസ്സിലാക്കിയാലേ അത് ദോഷമാണ്. രാവിലെ ഉപദേശം കൊണ്ട് വന്നിരിക്കുന്നു. സേതുവേട്ടനടുത്തുണ്ടായിരുന്നുണ്ടാ ഞാനൊന്നും പറയാതിരുന്നത്. വാസന്തി ഒന്നും പറയാതിരിക്കാൻ വേണ്ടിയല്ലേ ഞാൻ നിർത്താതെ പറഞ്ഞുകൊണ്ടിരുന്നത്. വലിയൊരു വന്നിരിക്കുന്നു കോൺട്രി. എനിക്കങ്ങനെ ആരും പേടിയൊന്നുമില്ല. കറക്റ്റ്. എന്തിനാ പേടിക്കുന്നത്? പേടിക്കേണ്ട കാര്യം എന്താ? നീ ഹോട്ടലിലേക്ക് പോ. എന്റെ മക്കളും കല്യാണം ചെയ്തിട്ടുണ്ട്. അവരുടെ ഭാര്യമാർക്ക് ജോലിയും ഉണ്ട്. പക്ഷേ അവർ അടുക്കളയിൽ കയറും, ശരിക്ക് ജോലിയും ചെയ്യും. ഒറ്റ മോന, ഇത്തിരി വൈകിയാണെങ്കിലും അവൻ ഇഷ്ടപ്പെട്ട് ഏതോ കല്യാണമാ. അതുകൊണ്ട് ഞാൻ എല്ലാം സഹിക്കുന്നു. ചേച്ചിയുടെ വിധി. ആ, നീ ഞാൻ വന്ന കാര്യം പറയാം. ചേച്ചിക്ക് കന്യാകുമാരി പോണ്ട ഒരു കാര്യമില്ലേ? അയ്യോ പിന്നെ, സേതുവിന്റെ അച്ഛന്റെ ചിതാഭസ്മം കാത്തു വെച്ചോണ്ടിരിക്കാൻ തുടങ്ങിയിട്ട് വർഷം എത്രയായി? എങ്കിലും ഞങ്ങൾ പോകുന്നുണ്ട്. ചേച്ചി വരുന്നുണ്ടോന്ന് അറിയാനാണ് ഞാൻ വന്നത്. അതെന്താ സൂത്രൻ അങ്ങനെ ചോദിച്ചത്? ഞാൻ വരുന്നുണ്ട്. സേതുവിന് സമയം കിട്ടിയിട്ട് അതവിടെ കൊണ്ടുവന്ന് സമർപ്പിക്കാൻ പറ്റില്ല. നമുക്ക് ഒരുമിച്ച് പോവാം. എന്നാ ഞാൻ വീട്ടിൽ ചെന്ന് പോകാനുള്ള തീയതിയൊക്കെ നിശ്ചയിച്ചിട്ട് വരാം. ഇപ്പൊ ഞാൻ പോയിക്കോട്ടെ? പോകാനോ? നീ ഒന്നും കഴിച്ചില്ലല്ലോടി. കഴിക്കാൻ തോന്നുന്നില്ല ചേച്ചി. ഞാൻ പാചകം ചെയ്തുകൊണ്ടായിരിക്കും. ചേച്ചി പാചകം ചെയ്തത് അമൃതുപോലെ കഴിച്ചിട്ടുള്ളവളാണ് ഞാൻ. ഇനി കഴിക്കുകയും ചെയ്യും. പക്ഷേ ഇപ്പോഴത്തെ ഇവിടുത്തെ ചുറ്റുപാടിൽ വേണ്ട ചേച്ചി, ഞാൻ പോകുന്നു. എന്റെ ഭഗവതി, ഞാൻ എന്തായി കാണുന്നത്? കൊള്ളാം. കൊച്ചമ്മ അങ്ങോട്ട് മാറി നിന്നേ. തുണിയൊക്കെ മാധവി ഇളകിത്തരാം. ജോലിക്കാരെ ആരെങ്കിലും അന്വേഷിക്കാമെന്ന് മാധവി പറഞ്ഞായിരുന്നല്ലോ. എന്നിട്ട് എന്തായി? ഒരു രക്ഷയില്ല എന്റെ കൊച്ചമ്മേ. ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ നിന്നിട്ടുള്ള ഒറ്റ ചെറുപ്പക്കാരികളും ഈ 5 അയലത്ത് കയറത്തില്ല. എന്നാ പഴയ വല്ല കിഴവുകളെ നോക്കാമെന്ന് വെച്ചപ്പോ അതിലപ്പുറം. അതെന്താ? എന്റെ കൊച്ചമ്മേ, രാത്രിയിൽ ആ മനുഷ്യൻ ജനലിന്റെ അടുത്ത് തന്നെ അവരെ പേടിപ്പിക്കുമെന്ന് പറയുന്നു. അതെന്തിനാ? പ്രേതബാധയുള്ള വീടാണെന്ന് വിചാരിച്ച് കിളവികളൊക്കെ സ്ഥലം വിട്ടാ കൊച്ചു പെമ്പിള്ളാരെ കൊണ്ട് നിർത്തൂലേ? എന്റെ ഇത്രയും പ്രായത്തിനിടയ്ക്ക് പലതരം കിളവന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇതൊരു വിശേഷപ്പെട്ട ചരക്ക് തന്നെ. അതൊക്കെ പോട്ടെ, അടുക്കള വല്ലതും ആയോ? എന്താകാൻ, വിശക്കുമ്പോ എല്ലാരും ഓടി വരും. പക്ഷെ ഞാൻ ഒറ്റയ്ക്ക് എന്തൊക്കെ ചെയ്യും? എല്ലാരും കുറച്ച് പഠിക്കട്ടെ. കൊച്ചമ്മയെ കൊണ്ട് കഴിയുന്നവരൊക്കെ ചെയ്താൽ മതി.